ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എല്ലാവരും സുഖമാണ്, സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ. അപ്പൊ ഇന്ന് നമ്മള് കുരുമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുരുമുളക് എത്തുന്നോടത്തൊക്കെ ഉള്ളതൊന്ന് പൊട്ടിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ബക്കറ്റില് പൊട്ടിച്ചിടാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഉയരത്തൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ നമ്മൾ ലാഡർ വെച്ചിട്ട് പൊട്ടിക്കണം. അതിന് ഉണ്ണിക്കുട്ടൻ വരട്ടെ. ഉണ്ണിക്കുട്ടൻ കളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ ഉണ്ണിക്കുട്ടൻ വരുന്ന സമയത്ത് നമുക്കത് ഉയരങ്ങളിലൊക്കെ ഉള്ള കുരുമുളക് പൊട്ടിക്കാം. ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് തോട്ടിയിൽ നമ്മളെ ഈ മടല് കൊക്ക കെട്ടിയിട്ടൊക്കെ പൊട്ടിച്ചെടുക്കുക ചെയ്യുക. റിസ്ക് ആണ്, അങ്ങനെ കിട്ടാൻ പ്രയാസം തന്നെയാണ്. പിന്നെ അതുപോലെ ഇരുമ്പിന്റെ തോട്ടിയില്ലേ, അരിവാള് പോലെയുള്ള നമുക്ക് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്നത്, അങ്ങനെ അത് തോട്ടി കൊണ്ട്, അങ്ങനെയുള്ള ഇരുമ്പ് തോട്ടി കൊണ്ടും പറിച്ചെടുക്കാറാണ്. പിന്നെ ഇപ്പൊ ഇത് ഒരാൾക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് കുരുമുളക് പറിക്കുന്ന ആൾക്ക് വിൽക്കാനെന്നുള്ളതൊന്നും ഇല്ല കേട്ടോ. 2-3 മരത്തിലൊന്ന് പടർന്ന് പന്തലിച്ച് നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോ കയ്യിൽ എത്തുന്നിടത്തുള്ളതൊക്കെ ഇതുപോലെ പറിച്ചെടുക്കും. അപ്പൊ തന്നെ അത്യാവശ്യമൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. പിന്നെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, വളരെ സന്തോഷം. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പൊ ഞാൻ ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചതാണ്, പറ്റുന്ന പോലെയൊക്കെ. അപ്പൊ നമുക്ക് ശരിയായ രീതിക്ക് ഞാൻ അത്രയും ദൂരത്തായതുകൊണ്ട് ശരിക്കൊരു വിഷം കിട്ടിയിരുന്നില്ല. അപ്പൊ ഞാൻ അതൊന്നും മാറ്റി വെച്ചതാ, ക്യാമറ ഒന്ന് സൈഡിലേക്കായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പൊ ഇനി അതുപോലെ ഇടിച്ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ കിണറിന്റെ തൊട്ടടുത്തുള്ള പ്ലാവാണ്. അതുമ്പോൾ ഇടിച്ചക്ക കുറച്ചതായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് ചിലപ്പോ ഇടിച്ചക്ക ഉപയോഗിക്കൊക്കെ ഉള്ളതായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ചക്ക നല്ല മധുരമുള്ളതാണ്, തേൻ വരിക്കയാണ്. അപ്പോ ആ ഒരു ഇടിച്ചക്ക ആയി കഴിഞ്ഞപ്പോ നമുക്ക് തീരെ കിട്ടാത്തൊരു സമയല്ലേ ഇടിച്ചക്കയൊക്കെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നും, ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ. ഇവിടെ നിറയെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇനി ഉമ്മറത്തെ ആ ഭാഗത്തുള്ള പ്ലാവുമലും അതുപോലെ ഉണ്ടാവാറുണ്ട്. അത് ആവുമ്പോൾ നമുക്ക് ഇടിച്ചക്ക ഉപ്പേരി തയ്യാറാക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ എത്തുന്നിടത്തൊക്കെയുള്ള കുരുമുളകൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. എന്നിട്ട് ഞാൻ എല്ലാവരും എങ്ങനെ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചെയ്യുന്നത് ഈ കുരുമുളകൊക്കെ പറിച്ചെടുത്തതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങിയിട്ട് എടുക്കുക ചെയ്യുക, സൂക്ഷിക്കുക ചെയ്യാട്ടോ. അപ്പൊ ഓക്കെ, ബായ്.